സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണം സിനിമയാണോ? സിനിമ പ്രേക്ഷകരിൽ ദുസ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ. എങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? അതായത് സിനിമ ഇത്തരത്തിൽ ദുസ്വാധീനം ചെലുത്തുന്നുണ്ടോ? മലയാള സിനിമയല്ല, ഏത് സിനിമയിലെ ആണെങ്കിലും ഈ അമിതമായ വയലൻസും അതുപോലെയുള്ള സീനുകളും അക്രമാസക്തമായ സീനുകളും ഒക്കെ കുറയ്ക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് യാതൊരു സംശയവുമില്ല. മറിച്ച് വേറൊരു പക്ഷം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും മോശമായ ഒരവസ്ഥ, ലഹരി മരുന്നിൻ്റെ അമിതമായ ഉപയോഗം കുട്ടികളിൽ പോലും. കുട്ടികളാണ് ഏറെ അത് ഉപയോഗിക്കുന്നത്. അവരുടെ ആ ഉപയോഗം, നാട്ടിലെ വർദ്ധിച്ചു വരുന്ന വയലൻസ്, ഇതിനെല്ലാം കാരണം സിനിമ മാത്രമാണ്, അല്ലെ സിനിമയാണ് അതിന് പ്രധാനമെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു എസ്കേപ്പിസമാണത്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഈ കുട്ടികളൊക്കെ സിനിമ കാണുന്നത് തിയേറ്ററിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ടി വിയിലോ ഒന്നും അല്ല പ്രധാനമായിട്ടും. അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ, അവരുടെ വിരൽത്തുമ്പിലെത്തുകയാണ് ഇതിലും വയലൻസ് ഉള്ള വിദേശ സിനിമകളുമൊക്കെ. അതിനുള്ളൊരു സാമൂഹിക സാഹചര്യമാണ് ഇന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇത്തരം സിനിമകളിലെ വയലൻസ് ഒക്കെ കുറയ്ക്കണം. അതൊരു ഒരു ഒരു ചെറിയ ഘടകമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് വേണം. അല്ലാതെ ഇത്തരം ചർച്ചകളും വർത്തമാനവും കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിയമത്തിൻ്റെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ്, മുക്കിനും മൂലയിലും എക്സൈസും പോലീസും അവരുടെ ചെക്കിംഗ് ഉണ്ടാകണം. അവരെ പിടിക്കപ്പെടുന്നവർ ഏതേത് വലിയ സെലിബ്രിറ്റി ആണെങ്കിലും, എത്ര വലിയ ആളിൻ്റെ മകനാണെങ്കിലും മകളാണെങ്കിലും കൊള്ളാം, അവരകത്തു പോകും, അവർ ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഈ നാട്ടിലെ ഈ ഒരു ഇന്നത്തെ ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗവും ഈ വയലൻസും, ഇന്നത്തെ കുട്ടികളുടെ ഇടയിലുള്ള ഈ വയലൻസിൻ്റെ പ്രധാന കാരണം അവരുടെ സിരകളിൽ ഈ ലഹരി മരുന്ന് കത്തിക്കുന്ന ഒരു വയലൻസ് ഉണ്ട്. അത് അവർ നമ്മൾ ഈ സിനിമ മാത്രം മാറ്റി വെച്ചുകൊണ്ടോ സിനിമയെപ്പറ്റി കൂടുതൽ സമയം ചർച്ച ചെയ്തിട്ട്, സിനിമ ഒരു ചെറിയ ഘടകമാണ്. സിനിമ വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാത്ത സിനിമകൾക്ക് സെൻസർ കൊടുക്കുക ഇരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നാട്ടിൽ ഇത് സുലഭമാണ്. ഇതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കണം. അതിന് ഭരണാധികാരികൾ ശക്തമായ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു വലിയ ഘടകമാണെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകണം. സിനിമയിൽ തന്നെ ലഹരി ഉപയോഗം നോർമലൈസ് ചെയ്യുന്നില്ലേ? കാരണം മുൻപുള്ള സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ലഹരി ഉപയോഗം സിനിമകളിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. ലഹരി നോർമലൈസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ ലഹരി നോർമലൈസ് ചെയ്യുന്നതും ലളിതവൽക്കരിക്കുന്നതും ഒക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണല്ലോ സിനിമയിൽ, സമൂഹത്തിൽ നടക്കുന്നതിൻ്റെ കാര്യങ്ങളാണല്ലോ ഫിലിം മേക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ലഹരി ആണ് ഇന്ന് പ്രധാനമെങ്കിൽ ലഹരിയുടെ കാര്യം പറയാതെ പോകുന്നതൊരു കള്ളത്തരമാണ്. പക്ഷേ ലഹരിയുടെ കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നും ലഹരി ഉപയോഗം തെറ്റാണെന്നും, ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ വില്ലന്മാരായിരിക്കുമല്ലോ കാണിക്കുന്നത്. അതല്ല, ലഹരി ഉപയോഗിക്കുന്ന നായകൻ വരിക, അതൊരു വലിയ ഹീറോയിസമായിട്ട് ചിത്രീകരിക്കുക, അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പാടില്ല. അല്ലാതെ ലഹരിയുടെ കാര്യമേ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വേറൊരു പ്രതിച്ഛായ തന്നെയാണ് നമ്മൾ സിനിമയിലും കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും കാണിച്ചുകൂടാ. അതൊന്നുമില്ലാതെ നന്മമരങ്ങളെ മാത്രം കാണിച്ചാൽ നമ്മുടെ നാട് നന്നാകുമെന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലത്തെ ഇന്നത്തെ പോക്ക് ഭയങ്കര ഏറ്റവും അപകടകരമായ രീതിയിലാണ്. നമ്മുടെ യുവജനങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികളെ, കൊച്ചു ക്ലാസ്സിൽ തൊട്ട് അവർക്ക് സ്റ്റാമ്പായിട്ടും അവർക്ക് ചെറിയ പിൽസായിട്ടും ഒക്കെ ഈ മയക്കുമരുന്ന്, കൊക്കൈനും MDMA ഒക്കെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു വലിയ റാക്കറ്റുണ്ട്. ആ റാക്കറ്റ് പിടിക്കപ്പെടണം. അതിന് ശക്തമായ നടപടി ഉണ്ടാകണം. അവരെയൊക്കെ പിടിച്ചകത്തിടണം. സംശയമുള്ളിടത്ത് റെയ്ഡ് നടത്തണം. അങ്ങനെ അധികാരികളുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ ഹെൽമെറ്റ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായിരിക്കുകയാണ്. അതിനെപ്പറ്റി വലിയ ചർച്ചയോ അല്ലെങ്കിൽ ക്ലാസ് എടുത്തിട്ടൊന്നും അല്ല. ഹെൽമെറ്റ് വെക്കാതെ നടന്നാൽ പിടിക്കപ്പെടും, ഫൈൻ അടയ്ക്കും, അല്ലേ? അത് ഇവിടെ ശക്തമായപ്പോഴാണ്. അങ്ങനെ ചെക്കിംഗ് ഇല്ലാത്ത ടൗണിലൊക്കെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഇന്നും പോകുന്നുണ്ട്. പോലീസ് ശക്തമായ നടപടിയെടുത്തപ്പോഴാണ് ഹെൽമെറ്റിൻ്റെ ഉപയോഗം സർവ്വസാധാരണമായത്. ഇതാണോ? അല്ലല്ലോ. പിടിക്കപ്പെട്ട അകത്താണ്, ജയിലിലാണ്, ജീവിതം നഷ്ടപ്പെടും. ഈ ഒരു തോന്നലുണ്ടാക്കി ശിക്ഷാ നടപടികൾ ശക്തമാക്കുന്നതാണ് ഇതിന് പ്രധാനം. സിനിമയോ വെബ് സീരീസോ ഒക്കെ അതൊക്കെ കുറയ്ക്കണം, അത് നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും, അത്തരം ചർച്ചകളിൽ കൂടെ ഒന്നും
ഇത് രക്ഷപ്പെടാം എന്നുള്ളൊരു എസ്കേപ്പിസം അധികാരികളും ഈ ചർച്ച നടത്തുന്നവരും മനസ്സിലാക്കണം. അതുകൊണ്ടല്ല ഇതിൻ്റെ അതിലുമൊക്കെ ഉപരിയാണ് നമ്മുടെ നാട്ടിലെ വളരെ ഡേഞ്ചറസ് ആയ അവസ്ഥ എന്ന് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമകൾ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നുണ്ട്, എന്നാൽ സിനിമ മാത്രം ആണ് ഈ സമൂഹത്തിൽ പെരുകി വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണം എന്നതിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് തന്നെയാണ് സംവിധായകൻ വിനയൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജേത്തിലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.